നമ്മളെ കുഞ്ഞാപ്പി നമ്മളെ വീട്ടിലേക്ക് എത്തിട്ടോ, നമ്മളെ യാമിക്കുട്ടി. അപ്പോൾ അങ്ങനെ ആലോചിക്കുള്ള ആ വയറും വെച്ചിട്ട് എപ്പോഴെപ്പോൾ അടുത്തുള്ളതേ കൂടെ നടത്തി. ഇവിടെ വന്നപ്പോൾ എനിക്ക് അതിങ്ങനെ ഓർമ്മ വരും, എൻ്റെ വയറും ഇത്. ഞാൻ ഷെഫ്മോളുടെ വേടാ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ വയറുകൊണ്ട് എൻ്റെ അടുത്തേക്ക് വരാറില്ലേ, എന്നിട്ട് പെൺകുട്ടിയാണെന്ന് പറയലില്ലേ എന്നൊക്കെ. ഞാൻ അങ്ങനെ ഇവരോട് എപ്പോഴും പറയും, രണ്ടാളോടും പെൺകുട്ടിയാണ് കേട്ടോ, പെൺകുട്ടിയാണ് എന്ന്. പക്ഷേ എൻ്റെ മനസ്സിൽ പെൺകുട്ടിയൊന്നും കിട്ടാൻ പോണില്ല. അപ്പൊ അങ്ങനെ പെൺകുട്ടിനെ കൊണ്ട് നമ്മള് വന്നൂല്ലേ നമ്മളെ വീട്ടിക്ക്. ഇന്ന് ഇവളുടെ ഇവിടുത്തെ ആദ്യത്തെ ദിവസത്തെ ഉണ്ടാവും. രാവിലത്തെ തിരക്കുകളൊന്നും കാണിച്ചിട്ടില്ല, എന്റെ കുളിയൊക്കെ കഴിഞ്ഞു. ഇക്ക രാവിലെ തന്നെ എനിക്ക് കോഴിമുട്ടയും അവിടുത്തെ കണ്ടീഷൻ അല്ല, പ്രസവിച്ചെടുക്കുന്ന എല്ലാവർക്കും. അപ്പൊ ഇക്കും എന്താ പഴവും മുട്ടയൊക്കെ പുഴുങ്ങി ഹോർലിക്സ് ഒക്കെ തന്ന് ഞാൻ ഇപ്പൊ കുളിച്ചു. കുളി ഞാൻ ഒറ്റക്കാട്ടോ, ഇതുവരെ വെച്ച് കുളിപ്പിച്ചു തന്നിരുന്നു. കുളി ഷവർ ഉണ്ടല്ലോ, കുനിഞ്ഞെടുക്കുന്നതൊന്നും വേണ്ടല്ലോ. ഇനി ഇവളെ കുളിപ്പിക്കണം. ഇനി ഇവളെ കുളിപ്പിക്കലും ഇവളുടെ വിശേഷങ്ങളും. ഇന്നലെ രാത്രി വന്ന് അങ്ങനെ ഇങ്ങോട്ട് മഗ്‌രിബും ഒക്കെ ഇങ്ങോട്ട് ആയല്ലോ. പിന്നെ ഞാൻ എൻജോയ് ചെയ്യായിരുന്നു, അങ്ങനെ കടന്ന് ആലോചിക്കുന്നു. ഈ വീട്ടിലല്ലേ ഞാൻ പ്രഗ്നന്റ് ആയിട്ട് നടന്നിരുന്നത്. അപ്പൊ ഒക്കെ ഒരു സ്വപ്നം പോലെ ഇന്നലത്തെ ഒരു ദിവസം. ഈ കുട്ടിയുടെ ഇക്കാക്ക അവിടെ കിടക്കുന്നുണ്ട്, കൊടുക്കട്ടെ കുട്ടീനെ. ഇക്കാക്കാണെങ്കിൽ 100 മണിയാണ്. നാളെയാണ് നമ്മളെ 40ന്റെ ചടങ്ങൊക്കെ ഉള്ളത് കേട്ടോ, അക്കീക്ക അറക്കലും കാര്യങ്ങളൊക്കെ. ഗുഡ് മോർണിംഗ്. നമ്മൾ 4 ആളെ ഇടയ്ക്ക് യാമിക്കുട്ടിയും കൂടി വന്നു കേട്ടോ. ഇത് നമ്മൾ പണ്ട് പ്രാങ്ക് ചെയ്ത ആഷിമി കൊടുന്നതാ കേട്ടോ. ഇതിൻ്റെ കൂട്ടുകാരി തസ്ലി കൊടുന്നതാ കേട്ടോ. പ്രഗ്നന്റ് ആയത് മുതൽ നിങ്ങളെ കസ്റ്റഡി തന്നെയല്ലേ? ആളെ വെക്കണം എന്നൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ ഇക്കാക്ക് ആളെ വെക്കാനും താല്പര്യം. ആളെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ ആ ഒരു ഇതുപോലെ കാര്യങ്ങൾ നടക്കൂലല്ലോ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇനി കിടക്കട്ടെ കേട്ടോ. ഇനി യാമിക്കുട്ടി നീച്ചിട്ട് ഓളെ കുളിപ്പിക്കണം. അപ്പൊ പാത്രം കഴുകണൊക്കെ കാണുമ്പോൾ എല്ലാവർക്കും ഒരു ഇടങ്ങേറൊക്കെ അല്ലേ, പാത്രം കഴുകണത് അങ്ങനെയൊക്കെ. ഞങ്ങൾക്ക് അതൊരു ശീലമായി. ഇവിടെ ഞങ്ങൾ 3 ആളാണെങ്കിലും ഒരുപോലെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുക. അതുകൊണ്ട് ഞങ്ങൾക്കത് ശീലം. പക്ഷെ അങ്ങനേ അല്ലാത്ത അടുക്കളയ്ക്ക് ആണുങ്ങൾ വരുപോലും ചെയ്യാത്ത വീടുകളുണ്ടാവും. ഈ തീരെ ശീലമില്ലാത്ത ആൾക്കാർക്ക് കാണുമ്പോഴാണ് ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ അതൊരു ഇടങ്ങേറും. പെണ്ണുങ്ങൾക്കാണെങ്കിൽ അത് കാണുമ്പോൾ ഇടങ്ങേറ്, ആണുങ്ങൾക്കാണെങ്കിൽ അത് ബുദ്ധിമുട്ട് അങ്ങനെയൊക്കെ ഉണ്ടാവും. പിന്നെ ശീലാക്കല്ല നിവർത്തിയില്ല. ഞാനിങ്ങനെ ആവും, ഇപ്പൊ കുട്ടിയാവും. ഈ റെസ്റ്റൊക്കെ ഒന്ന് കഴിയട്ടെ, പിന്നെ അവിടെ ഇറങ്ങണം. കിടന്നപ്പോഴാണ് ഒരു കാര്യങ്ങൾക്ക് ഒരു സാധനം കാണിച്ചു തരാമെന്ന് വിചാരിച്ചിരുന്നു കേട്ടോ. കേട്ടോ, അരയിൽ കെട്ടുന്ന ബെൽറ്റ് അരയിൽ മുറുക്കി കെട്ടൊക്കെ ചെയ്തോ, തുണി കൊണ്ടാണ് കെട്ടത്. അവിടുന്ന് ഒരു തുണിയോട് വലിയ തുണി കൊണ്ടാണ് ചുറ്റി കെട്ടിയിരുന്നു. പക്ഷെ അത് വൈകുന്നേരം അങ്ങോട്ട് ഉരുണ്ടുണ്ട് കയറിട്ടോ. പിന്നെ എൻ്റെ അടുത്ത് വേറെ ഒന്നുണ്ടായിരുന്നു, വള്ളി ഇങ്ങനെയുള്ള, അതുകൊണ്ടാണ് കെട്ടിയിരുന്നത്. അതും ഇങ്ങോട്ട് ഉരുണ്ട് അങ്ങോട്ട് കയറിട്ടോ. അപ്പോൾ ഞാനിത് ഓർഡർ ചെയ്തിരുന്നു. അപ്പോൾ ഇന്നലെ വന്നപ്പോൾ ഞാൻ ഇങ്ങോട്ടും കൂടി കാണിച്ചു തരാം. എൻ്റെ കൂടെ പ്രത്യേകിച്ച് ഒരുപാട് കുട്ടികളുണ്ട്, ഇതൊക്കെ നല്ല ഹെൽപ്പാകും. കാരണം ഇത് നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ബെൽറ്റാണ് കേട്ടോ, പോസ്റ്റ് ബോട്ടം ബെൽറ്റ്. ഇതിൻ്റെ കൂടെ ഫ്രീ വരുന്നതാണ് കേട്ടോ ഈ ഒരു പീഫണൽ. മുമ്പ് ഇതിൻ്റെ കയ്യിലുണ്ടായിരുന്നു കേട്ടോ, പക്ഷേ ഇപ്പോഴാണ് എനിക്കിത് ഏറ്റവും കൂടുതൽ ആവശ്യം. പ്രസവശേഷം നമ്മൾ വയറൊക്കെ ചുരുങ്ങാൻ വേണ്ടിയിട്ടും പിന്നെ അതുപോലെ തന്നെ നടുവേദനൊന്നും ഇല്ലാതിരിക്കാനൊക്കെ നമ്മൾ വയറ് മുറുക്കി കിട്ടൂല, അതിന് യൂസ്ഫുൾ ആണ് കേട്ടോ ഇത്. ഇതിലിങ്ങനെ 3 ബെൽറ്റാണ് കേട്ടോ, അബ്ഡോമിനൽ, പിന്നെ വേസ്റ്റ് ബെൽറ്റ്, പിന്നെ പെൽവിക് ബെൽറ്റ് കേട്ടോ. ഈ 3 ബെൽറ്റും കൂടിയിട്ട് ഒരുമിച്ചിട്ടാണ് കേട്ടോ നമ്മൾ കെട്ടുക. ഇത് കെട്ടി ഞാൻ കാണിച്ചു തരാം. നല്ല ക്വാളിറ്റിയുള്ള നല്ല മെറ്റീരിയലാണ് കേട്ടോ. അതുപോലെ തന്നെ എയറൊക്കെ കിടക്കുന്ന നല്ല ബ്രീത്തബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ. അവിടെ നമുക്ക് ഡിസ്കംഫർട്ട് ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ഇതിന്റെ ബാക്കിൽ ഇങ്ങനെയും പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഇങ്ങനെ സ്ലോപ്പ് ആയിട്ട് കേട്ടോ വരുന്നത്. ഇതിങ്ങനെ പറിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ എല്ലായിടത്തും ഒട്ടിക്കാം. നമ്മുടെ സൈസിനനുസരിച്ച് നമുക്ക് ഇങ്ങനെ ആക്കിയിട്ട് ഇവിടെ വരുന്ന ഭാഗത്ത് നമുക്ക് ഒട്ടിക്കാൻ പറ്റും കേട്ടോ. അടുത്തത് വേസ്റ്റ് ബെൽറ്റ് ആണ്. ഇതിന്റെ ബാക്കിൽ ഇത് അങ്ങനെ സപ്പോർട്ടൊക്കെ കിട്ടാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതും കൂടി ഇതിന്റെ മുകളിൽ കെട്ടുമ്പോൾ ഒന്നും കൂടി സപ്പോർട്ടായിട്ട് വരും കേട്ടോ. ഇനി നമുക്ക് ഒന്നും കൂടി നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ടൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ബെൽറ്റും കൂടി ഇട്ടിട്ടുണ്ട്. ഇത് നമുക്ക് ഇഷ്ടമുള്ള ഭാഗത്ത് എവിടെയാണെങ്കിലും ഇങ്ങനെ പ്രസ് ചെയ്യാനുള്ള വെൽക്രം ഉണ്ട് കേട്ടോ. ഇവിടെ ഒക്കെ വെൽക്രം ഉണ്ട്. ഞാൻ പെൽവിക് ബെൽറ്റ് കേട്ടോ, ഏറ്റവും താഴെ പെൽവിക് ബെൽറ്റ്. ഇത് നേരത്തെ പോലെ തന്നെ ഒന്നും കൂടി സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാ ഇങ്ങനെ ഒരു ബെൽറ്റ് കൂടി ഉണ്ട്. ആരും സഹായം ഇല്ലാതെ തന്നെ നമുക്കിത് കെട്ടാൻ പറ്റും കേട്ടോ. ഇതിങ്ങനെ ഡ്രസ്സിന്റെ മുകളിലല്ല കേട്ടോ, ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഇതിന്റെ മുകളിലിട്ടാണ്. നമ്മൾ ഡ്രസ്സിന്റെ അടിയിലാണ് കേട്ടോ കെട്ടുന്നത്. പിന്നെ ഇതുവരെ ഇതിന്റെ ഈ ഒരു സപ്പോർട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബോഡിയൊക്കെ ഒന്ന് ഷേപ്പ് ആവാൻ വേണ്ടിയിട്ട് വയറൊക്കെ ചുരുങ്ങാൻ വേണ്ടിയിട്ടും നടുവിനൊക്കെ ഒരു സപ്പോർട്ടും ഒക്കെ ഉണ്ടാവും കേട്ടോ. പ്രസവം കഴിഞ്ഞവർക്കൊക്കെ സൂപ്പറാണ്. പിന്നെ ഞാൻ പറയുന്നത് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ്. അതുകൊണ്ട് നമ്മൾ ദിവസം മുഴുവൻ ഇട്ടാലും നമുക്ക് ഒരു ഡിസ്കംഫർട്ടും ഉണ്ടാവില്ല. നമുക്ക് പിന്നെ അതുപോലെ തന്നെ ഇത് ഇട്ടിട്ട് നമ്മളെല്ലാ ജോലികളും ചെയ്യാം. രാവിലെ തന്നെ ഇത് കെട്ടിയിട്ട് നമുക്ക് പല ജോലികളും ചെയ്യും. ഇപ്പൊ ജോലിക്കൊക്കെ പോണവർക്കാണെങ്കിൽ ഇതിന്റെ മുകളിൽ ഡ്രസ്സ് ഇട്ടാലും അറിയുന്നു
ഒന്നുമില്ല കേട്ടോ, നല്ല ഷേപ്പായിട്ട് തന്നെ കിടക്കുന്നുണ്ട്. ഇമ്പോർട്ടിക്കൻ്റെ ഈ ഒരു ബെൽറ്റ് ആമസോണിലും അതുപോലെ അവരുടെ സൈറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. അത് വാങ്ങിക്കാനുള്ള ലിങ്ക് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ വാങ്ങിക്കുമ്പോൾ ഷ്വാ20 എന്നുള്ള എൻ്റെ കൂപ്പൺ കോഡും കൂടി ഉപയോഗിച്ച് വാങ്ങിക്കുകയാണെങ്കിൽ 20% ഓഫറോട് കൂടി നിങ്ങൾക്ക് കിട്ടും. എൻ്റെ കൂടെ തന്നെ പ്രസവം കഴിഞ്ഞ് ഒരുപാട് പേരുണ്ടല്ലോ, പ്രസവം കഴിഞ്ഞവർക്കൊക്കെ നല്ല സൂപ്പറാണ് കേട്ടോ. ഇത് കെട്ടിയപ്പോൾ തന്നെ നല്ലൊരു ആശ്വാസം. എനിക്ക് ദിവസം അങ്ങനെ വയറ് അരമുറുക്കി കെട്ടുമ്പോഴാണ് നല്ലൊരു ആശ്വാസമാണ് കേട്ടോ. അപ്പോൾ പിന്നെ അത് കുറച്ച് ഇങ്ങോട്ട് കയറുമ്പോൾ എനിക്ക് ദേഷ്യം പിടിച്ചിട്ട് ഞാനത് അഴിച്ചിട്ടോ ഒരു സൂര്യക്കേടൊക്കെ. അപ്പോഴേ ഞാനിത് ഓർത്ത് മുമ്പ് ഉണ്ടായിരുന്നല്ലോ ഈ ഒരു ബെൽറ്റ്, അത് ഇതിന് നല്ല സെറ്റാക്കാന്ന് വിചാരിച്ചിട്ടാണ് ഓർഡർ ചെയ്തത് കേട്ടോ. നല്ല കംഫർട്ടായിട്ട് ഇവിടെ ഒക്കെ നല്ല ഒതുങ്ങി നിൽക്കുന്നുണ്ട്. ഞാനിത് പോയിട്ട് ഡ്രസ്സിൻ്റെ ഉള്ളിൽ കെട്ടട്ടെ കേട്ടോ, എന്നിട്ട് വേണം കുട്ടീനെ കുളിപ്പിക്കാൻ. യാമിക്കുട്ടി ഷെഫ്മോൻ്റെ കൂടെ 1 മണിക്കൂറോളം കിടക്കും കേട്ടോ. അങ്ങനെ കടന്ന് നീച്ച് ഷെഫ്മോനെ അതാ കുളിച്ചു വന്ന് ചായ കുടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ യാമിക്കുട്ടിനെ കുളിപ്പിക്കാൻ പോകും കേട്ടോ. ഇതാണ് എണ്ണ തേപ്പിക്കൽ സ്ഥലം. എല്ലാവരും വീട്ടിലും കുട്ടികളെ ടൈം ടേബിൾ വേണം തേക്കാനാവില്ലേ, ഒരു ഹൈറ്റ് കറക്റ്റ് ആണല്ലോ അല്ലേ. മെച്ചിൻ്റെ ജെമ്മീസ് ഓയിൽ കേട്ടോ കുട്ടിക്ക് തേച്ച് കൊടുക്കൽ. ഇത് ചെറിയ കുട്ടികൾ മുതൽ വലിയവർക്ക് വരെ തേക്കാൻ പറ്റും. വായോ വായോ കാക്കിക്കുട്ടി വായോ. എല്ലാവർക്കും ഉമ്മ കൊടുക്കുക. ബ്രോ ആണ് കുളിപ്പിക്കണത് കേട്ടോ, ഡാഡി നോക്കിക്കുക. ഡാഡിക്ക് കുറച്ച് കുളിപ്പിക്കാൻ അറിയില്ല. ആ നോക്കുന്നുണ്ട് ഇക്കാക്ക, നമ്മുടെ വീട്ടിൽ നിന്ന് കുളിക്കാണല്ലേ. എനിക്ക് പണ്ടേ എണ്ണ ഇഷ്ടമില്ലാത്ത ആളാണ്. അമ്മ അങ്ങനെ തേച്ചിരുന്നു വെക്കേഷനിൽ അവർക്ക് പോയാൽ ഇതല്ല പകരം വീട്ടാൻ വേണ്ടിട്ട് ഓൾക്കെല്ലാം തേച്ച് കൊടുക്കുമ്പോ കാണിച്ചു തരാൻ തേച്ചിട്ടും ചകിരിട്ടിട്ടൊക്കെ ഒരു കുളിപ്പിക്കലുണ്ട്. സ്കിന്നൊക്കെ അടിപൊളിയാകാൻ വേണ്ടിയിട്ട് തേക്കുന്ന ഓയിലാണ് എൻ്റെ മെച്ചി ഉണ്ടാക്കുന്ന ഓയിലാണ്. നമ്മുടെ സ്കിന്നൊക്കെ ഒരു മാതിരി പറപറാന്നൊക്കെ ഇരിക്കും. പിന്നെ അതുപോലെ മുഖത്തുള്ള കറുത്ത കുത്തുകൾ, വെയിൽ കൊണ്ടുള്ള പാടുകൾ, അതൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കേട്ടോ മെച്ചിൻ്റെ ഈ ഒരു സ്കിൻ കെയർ ഓയിൽ. അതുപോലെ ഹെയർ ഓയിലും ഫേസ് പാക്കും ഒക്കെ മെച്ചി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വേണ്ടവർക്കാണെങ്കിൽ നമ്പർ ഇവിടെ കൊടുക്കാം, അത് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. ഓൾക്കും ഞങ്ങൾ വീട്ടിൽ എല്ലാ ചെറിയ കുട്ടികളും ഇതാ തേച്ചിരുന്നത്. പിന്നെ ഞങ്ങളും തേക്കാൻ തുടങ്ങി, അപ്പം ഞങ്ങൾക്ക് നല്ല എഫക്റ്റായി. അങ്ങനെയാണിത് ചെറിയ കുട്ടി മുതൽ വലിയവരായിട്ട് ഞങ്ങൾ തേക്കാൻ തുടങ്ങി എന്നാണല്ലേ. മൂക്കൊക്കെ നീളട്ടെ. കണ്ടത് കുട്ടി ഓളാണ് മുക്കുത്തി പോണുണ്ട് പഠിച്ചോനെ. എവിടേക്ക് പോണാടക്ക് കമ്പത്തിങ്ങനെ പാടി ഓൾ മുട്ടിച്ചോ കൗലാതൊക്കെയായിരുന്നു ഇവിടെ. എപ്പോഴാണ് ഇതാ കൗട്ടി കൊടുത്തത്. അപ്പൊ നോക്കുമ്പോൾ മുട്ടിട്ടാ നിൽക്കാം. ഞാൻ കുളിക്കാനുള്ള വെള്ളമൊക്കെ എടുത്തോ, ഞാൻ ഇതാക്കാം നോക്കാം. അവിടെ എന്താ അവിടെ ഒന്നും കണ്ടിട്ടില്ലേ? കുളികൾക്ക് എല്ലാവരും എന്റെ വീട് ഇക്കാക്കാന്റെ വീടാത്രേ, ഈ കുട്ടീന്റെ കൂടെ വീടാണ്. ഞങ്ങൾ 3 ആൾ മാത്രം ഇവിടെയാണ് വിചാരിച്ചിരുന്നത്. അപ്പൊ നോക്കുമ്പോ ഓളുണ്ട് ഞങ്ങളെ കൂടെ പറഞ്ഞാണല്ലേ. അപ്പൊ 3 റൂം ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മളെ വീടിന്. ഒന്ന് യാമിക്കുട്ടിയുടെ റൂമാണല്ലേ അപ്പൂസേ, അത് യാമിക്കുട്ടിയുടെ റൂമാണ്. ആ യാമിക്കുട്ടിക്ക് റൂമൊക്കെ ഉണ്ട് കേട്ടോ. വെള്ളത്തിന്റെ ചൂട് ചൂടൊക്കെ പാകാം നമുക്ക്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മുറ്റത്തന്നെ കൂടി നല്ല ഇഷ്ടമാണ്. കുളിപ്പിക്കണാണ് ഇഷ്ടമല്ലാത്ത. കുളിച്ച് ചുന്തരി കുട്ടിയായി. ഞങ്ങൾ ഡ്രസ് കോഡാണ്. ബുദ്ധിമുട്ടൊന്നുമില്ല. മനസ്സിലാവും. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് കുളിപ്പിക്കുന്നത്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇക്കാക്ക ഒരു കുട്ടിനെ കുളിപ്പിക്കുന്നത്.
എന്നെ കുളി കഴിഞ്ഞ് യാമിക്കുട്ടി ഇതാ ഉറങ്ങിട്ടോ. മോളാ പിങ്ക് ഡ്രസ്സ് എടുക്കടാ, ഒരു പിങ്ക് ഉണ്ടാവും. പിങ്കും വൈറ്റും ഒക്കെ ഇട്ടാല രസട്ടോ. അതുകൊണ്ട് പിങ്ക് തന്നെ 2-3 മേടിച്ചേക്ക. ഇനി അവൾക്ക് റോംബർ വന്നിട്ട് എടുക്ക. ഇല്ല, അസ്നാത്ത അന്ന് ഷെഫ് മോനാട്ടോ കുളിപ്പിച്ചിരിക്കണത്. അസ്നാത്തിന്റെ വീഡിയോ കണ്ടോ? അസ്നാത്തന്റെ കുളിപ്പിക്കലൊക്കെ കണ്ടിട്ട് നമ്മൾ പഠിച്ചു. എന്തായാലും ആള് കുളി കഴിഞ്ഞ് നല്ല ഉറക്കാണ് കണ്ടോ, കയ്യൊക്കെ കണ്ടോ. ഇനി എന്നെ അങ്ങോട്ട് കിടത്തിക്കോ എന്നെ ബെഡിലേക്ക് കടത്തൂന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ എന്തായാലും യാമിക്കുട്ടൊന്ന് ഉറങ്ങട്ടെ. വെള്ളിയാഴ്ചയാണ്. അപ്പൊ എന്തായാലും ഇന്നലെ ഇവിടെ വന്നിട്ട് വീടും കാര്യങ്ങളും ശരിക്കും കണ്ടിട്ടില്ല. 15 സെന്റ് സ്ഥലത്തിലുള്ള വീടാണ്. ഒക്കെ അറിയാം, നമുക്ക് ഒക്കെ കാണിച്ചു കൊടുക്കണം. നമുക്ക് 10 ചില്ലറങ്ങാണ്ടല്ലേ. അപ്പൊ ഇനി ഇവിടുത്തെ റൂമുകളും ഉക്കാക്കാരുടെ റൂമൊക്കെ കാണിച്ചു തരാം. ഹോം ടൂർ, ഹോം ടൂർ. ഇന്ന് യാമിക്കുട്ടി ഇവിടുത്തെ ഹോമൊക്കെ ഒന്ന് ടൂർ ചെയ്യല്ലേ. ഊഞ്ഞാലൊക്കെ ഉണ്ട് നമുക്ക് മുകളിലേ. കാണിച്ചെടുക്കാണ്ടില്ലേ ആടാത്തൂഞ്ഞാല. ഇജ് വന്നിട്ട് വേണം ഞാടാന്. ഇനി മുട്ടുത്തി സ്റ്റെപ്പ് കയറിപ്പോക്കലും. ഞാൻ അവിടെ ഊഞ്ഞാല കണ്ടിട്ടൊക്കെ സ്റ്റെപ്പ് കയറല്. ചാടി 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 പോവുക. ഊഞ്ഞാല നമുക്ക് കേറാൻ വേണ്ടിട്ട്. കുട്ടിനെ കുളിപ്പിക്കലൊക്കെ കഴിഞ്ഞ് കുഴങ്ങിയാ. ഷുഫ്മാന്റെ നെടുക്കുട്ടിലേക്ക് ചിക്കൻ മന്തി മറിഞ്ഞിക്കാന്ന് പറഞ്ഞിട്ടോ. ചിക്കൻ ചില്ലി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ക്ലാസ്സിൽ പോയിട്ട് വരാം. ഞാൻ എൻ്റെ അനിയത്തി കുട്ടിനെ കുളിപ്പിച്ചിട്ടായിരുന്നൊക്കെ. പള്ളിക്കൊക്കെ പോവാണ്. ഞാനും പള്ളിക്കൊക്കെ പോവാണ്. അപ്പൊ നീ ഇവിടെ കിടക്കട്ടാ. നമ്മൾ രണ്ടാളും ഇവിടെ കിടക്ക. പപ്പിക്കാക്കി പള്ളിയിൽ പോവട്ടോ. AC ചെറുതായിട്ട് തണുപ്പിച്ചാളെ. 27 കെട്ടാൻ മതി. വലിയ കുഴപ്പമില്ലാതെ ചൂടുണ്ടാവില്ല, തണുപ്പുണ്ടാവില്ല. യാമിക്കുട്ടി പള്ളിക്കൊക്കെ കൊണ്ടുപോകണം. നമസ്കരിക്കാ ഇജ്ജ് പള്ളിക്കൊക്കെ വരണം. നമസ്കരിക്കാൻ പോരണോ? ചേട്ടൻ കണ്ടിട്ട് നോക്കണുണ്ട് ആള്. അപ്പൊ പള്ളിക്ക് പോവാത്രട്ടോ. ഇങ്ങനെ തുറന്നിട്ടാ നോക്കുന്നത്. കുഞ്ഞ കണ്ണോട്ടോ. പോട്ടാ. ഇക്കാക്ക പള്ളിക്കും കോളേജിക്കും കൂടെ ഒപ്പാ പോണം അല്ലേ? ഇക്കാക്കാര് കോളേജിൽ നിന്നും പള്ളിയിൽ നിന്നും ഒക്കെ വന്ന് വൈകുന്നേരമായി. കുട്ടീന് ഹോമൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാൻ കണ്ണുറക്കണ്ടേ? കണ്ണ് ചെറുക്കിയോള് കണ്ണ് ചിമ്മിട്ടേ കാഴ്ചകളൊക്കെ കാണുന്നത്. അവള് കണ്ണ് ചിമ്മിട്ട് ഓളെ കാഴ്ചകൾ കാണുന്നുണ്ട്. വാഴപ്പെടുത്ത കാഴ്ചകൾ കാണിച്ചു തരാം. നാളെയാണ് നമ്മളോടത്തെ അക്കീക്ക സെറമണി കേട്ടോ. അപ്പൊ അതിന്റെ സാധനങ്ങളൊക്കെ മേടിക്കാനുള്ള തിരക്കിലും ഒക്കെ ഉണ്ടല്ലേ അയക്കാം. പൂപ്പൂന് ഹേർട്ടാ. ഇത് പുതിയതാ? തിരൂരിന്ന് മേടിച്ചാണ്. പൂപ്പൂന് ലൗച്ചിന്നാണ് കേട്ടോ. ഞാൻ പട്ടാമ്പൂരാകുമ്പോ ബൂബു ഒറ്റയ്ക്കല്ലായിരുന്നു ഇവിടെ. അപ്പൊ പിന്നെ ഞങ്ങൾ ഇന്നലെ വന്നപ്പോഴേ ഞാൻ പറയാ ബൂബു പറയണ പോലെ ഓ ഇതിനെ കൊണ്ട് ഇങ്ങോട്ടും വന്നു. ഓള് ചിരിക്ക. കുട്ടിക്ക് അങ്ങോട്ട് കാണുമ്പോ ഇന്നങ്ങോട്ട് കിട്ടണില്ല. അതിന്റെ ഇതാണ് പത്താമ്പൂർ വന്നപ്പോ അവിടെ. പിന്നെ ഓനെ ഇങ്ങോട്ട് പറഞ്ഞപ്പോ ഓന് നല്ല ഹാപ്പി ആയിട്ടോ. പിന്നെ ഒരു സെറ്റ് ആവും. അത് ഓള് നടക്കല് തുടങ്ങും. ഇതിപ്പോ ഓളിങ്ങനെ അനങ്ങാതെ കിടക്കില്ല. അതുകൊണ്ട് ഓൾക്കൊരു പുടി കിട്ടിയിട്ടില്ല. അവസാനം യാമിക്കുട്ടി കണ്ണ് തുറന്നിട്ടില്ല. കണ്ണ് തുറക്കാത്ത കുട്ടിക്ക് എങ്ങനെ ഹോം കാണിച്ചെടുക്കാന്ന് ഓൻ പറയണേ. അപ്പൊ പ്രസവിച്ച് കിടക്കുന്ന മമ്മക്ക് ജ്യൂസ് ഉണ്ടാക്കി തരാൻ പോവാണല്ലേ. അപ്പൊ എന്നോട് ഇവിടുന്ന് അടുക്കളൊക്കെ അങ്ങോട്ട് വരരുത് നടക്കാതെ ഞാൻ ഇവിടെ നിൽക്കണം. ഞാൻ പ്രസവിച്ച് കിടക്കല്ലോ. ഓനക്ക് പുച്ചാട്ടോ ഞാൻ പ്രസവിച്ച് കിടക്കാന്ന് പറഞ്ഞാല്. നാടൻ രീതികളാണ്. ഇപ്പോഴത്തെ പെൺകുട്ടികളൊക്കെ സിനിമ നടികളൊക്കെ കണ്ടിട്ട് പ്രസവം കഴിഞ്ഞ ഓരൊക്കെ ഏറിപ്പോയ ഒരാഴ്ച. ഞാൻ ഇപ്പത്തെ പെൺകുട്ടിയാണ്. ഞാൻ പഴയ പെൺകുട്ടിയാണ്. ഇപ്പൊ പ്രസവിച്ചു. സിനിമ നടിയൊക്കെ കുറെ വയസ്സില്ലാത്ത കുട്ടികളല്ലേ ഈ ജ്യൂസ് അടിച്ചിട്ടുണ്ട് വയറ്റൊക്കെ അടുക്കള കയറാൻ പറ്റൂല. കുട്ടി ഇങ്ങനെ ഉറങ്ങിയാൽ എങ്ങനെ? നമ്മളെ വീടൊക്കെ ഒന്ന് കാണണ്ടേ? എനിക്ക് നമ്മളെ വീടൊക്കെ ഒന്ന് കാണണ്ടേ? പഞ്ചസാര കൂട്ടിയടിക്കാൻ. ഇന്ത്യയിൽ പഞ്ചസാര കൂട്ടി നമുക്ക് പഞ്ചസാര കുറച്ചോളൂ. നമുക്ക് എല്ലാ മധുരം കഴിക്കാനില്ല. മധുരം ഉണ്ട്, കുറച്ചുകൂടി മധുരം അങ്ങനെ കൂട്ടിയിട്ടുണ്ട്. നല്ല മധുരത്തിലാണ് ഇഷ്ടം.
ഇഷ്ടം നോക്കിയിട്ടല്ല, ഹെൽത്ത് നോക്കണ്ട നമ്മള്. മധുരല്ലേ? അതിന് നല്ല മധുരമുണ്ട്. ഇനി പകൽ വെളിച്ചത്തിൽ ഇപ്പം ഇനി നോൾ കണ്ണുറക്കുകയാണെങ്കിൽ ഇന്ന് ആ വീഡിയോ എടുത്തിട്ട് ഞങ്ങൾ അടുത്ത വീഡിയോയിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം ഇനിയിപ്പോൾ ഇത് ഒത്തിരി ലെങ്ത് ആയിട്ടുണ്ടാവും. അപ്പോൾ നാളെയാണ് 40ൻ്റെ ഒക്കെ പരിപാടിയൊക്കെ. അപ്പോൾ ഇനിയിപ്പോൾ ഇന്ന് എടുത്തില്ലെങ്കിൽ പിന്നെ അങ്ങനെ വീഡിയോ എടുക്കില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ എടുത്ത് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. ഓളുടെ എല്ലാ ആദ്യത്തെ കാര്യങ്ങളും ഇങ്ങനെ കാണുമ്പോൾ ഞങ്ങളൊക്കെ വീഡിയോ എടുക്കും കേട്ടോ. ചിലതൊന്നും ഞങ്ങൾ ഡ്രസ്സിങ്ങൊന്നും ശരിയല്ലാതെ, ഞാൻ ഷാളില്ലാതെ, ഇക്ക ഷർട്ടില്ലാതൊക്കെ, അതൊന്നും നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പറ്റില്ലല്ലോ. ഷെയർ ചെയ്യാൻ പറ്റുന്ന വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്യണം. കാരണം അത് കാണുമ്പോൾ രസമാണല്ലോ. അത് കാണാൻ ഇഷ്ടമുള്ള കൂട്ടുകാരുണ്ട്, പിന്നെ അതുപോലെ എന്നും നമുക്ക് കാണുകയും ചെയ്യാം. അപ്പോൾ ഷെയർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അമ്മക്കുട്ടി ഇനി ഇഷ്ടമാണെങ്കിൽ മുമ്പ് കണ്ണ് തുറക്കുകയാണെങ്കിൽ അങ്ങനെ വീഡിയോ എടുത്തിട്ട് അടുത്ത പ്രാവശ്യം ഉണ്ട്. അതല്ലെങ്കിൽ 40ൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമലൈക്കും. ഷെഫ് മോനെ, യാമിക്കുട്ടി കണ്ണ് തുറന്നു.